ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും സുഖമായിരിക്കുന്നു. 22ാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേര് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. ചെറിയൊരു പാഠഭാഗമാണ്, ചെറിയ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാവരും പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഇനി ഏകദേശം 2 മാസത്തോളം അല്ലെങ്കിൽ 2.5 മാസത്തോളം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, വായിച്ചു നോക്കുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കുക. This lesson tells about the properties of banyan tree. The banyan tree, which is well known, is a variety of fig tree, and banyan tree is common in the sub-Himalayan forest and the slopes of the hill ranges in peninsular India. It is frequently planted along roads and streets. It is also grown open patches of lands in the villages. Banyan is an enormous tree. It is about 70 to 100 feet high. It sends down the roots from the branches. They enter the ground and form trunks. There are some famous banyan trees in India in the Royal Botanical Garden, Sibor, Calcutta, which is 3.6 meters around the trunk and the crown of roof of which covers for 16 meters. An even larger one in Satara, Maharashtra is 483 meters in circumference. ഇപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത് ഒരു മരത്തെക്കുറിച്ചാണ്, ഒരു വൃക്ഷത്തെക്കുറിച്ചാണ്. ആ വൃക്ഷത്തിൻ്റെ പേരാണ് പേരാൽ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വൃക്ഷം തന്നെയാണ് പേരാൽ എന്ന് പറയുന്നത്. അത്തിമരത്തിൻ്റെ ഗണത്തിൽപ്പെട്ട വൃക്ഷമാണ് പേരാൽ. ഉപദ്വീപീയ ഇന്ത്യയുടെ കുന്നിൻ ചെരുവുകളിലും ഹിമാലയത്തിലെ വനങ്ങളിലും കാണുന്ന വൃക്ഷമാണ് ഇവ. 100 മീറ്ററോളം വരെ ഉയരം വരുന്ന വലിയ വൃക്ഷമാണ് പേരാൽ. വൃക്ഷശിഖരങ്ങളിൽ നിന്ന് താഴോട്ട് വേരുകൾ പടരുന്നത് ഈ വൃക്ഷത്തിൻ്റെ പ്രത്യേകതയാണ്. എല്ലാവർക്കും സുപരിചിതമായ ഒരു വൃക്ഷം തന്നെയാണ്, അല്ലെ, മരം തന്നെയാണ് പേരാൽ എന്ന് പറയുന്നത്. വലിയ രീതിയിൽ വളർന്ന് പന്തലിച്ച് അല്ലെ തണലൊക്കെ നൽകാൻ പാകത്തിന് ആവുന്ന ഒരു വലിയ വൃക്ഷമാണ് പേരാൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേരാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് ആ പേരാലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് പേരാൽ, പിന്നെ എവിടെയൊക്കെയാണ് പേരാൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വൃക്ഷശിഖരങ്ങളിൽ നിന്ന് താഴോട്ട് വേരുകൾ പടരുന്നത് ഈ വൃക്ഷത്തിൻ്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ നമ്മുടെ പേരാലിൻ്റെ പ്രത്യേകതയാണ്. കൽക്കട്ടയിലെ റോയൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ 3.6 മീറ്റർ വണ്ണമുള്ളതും 416 മീറ്റർ പടർന്നു നിൽക്കുന്നതുമായ ഒരു വലിയ അരയാൽ വൃക്ഷമുണ്ട്. മഹാരാഷ്ട്രയിലെ സറ്റാറയിൽ 483 മീറ്റർ ചുറ്റളവുള്ള ഒരു അരയാൽ വൃക്ഷവുമുണ്ട്. അങ്ങനെ 2 എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് വലിയ രീതിയിൽ വലിപ്പമുള്ള 2 പേരാലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ കൂടുതലായിട്ട് ബനിയാൻ ട്രീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പക്ഷികളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാമൽസ് എന്താണ്, വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് മാമൽസ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും അത് തീർച്ചയായിട്ടും പഠിക്കണം, നല്ല രീതിയിൽ തന്നെ നോക്കണം. ബനിയൻ ട്രീസിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.